അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോഹരമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിച്ച, പലപ്പോഴും ഈ പ്രോഗ്രാം നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ പല സഹോദരന്മാരും സഹോദരിമാരും നമ്മോട് ആവശ്യപ്പെട്ടത് അൻസാർ നന്മണ്ടയെ നമ്മുടെ ക്യാമ്പസിലേക്കൊന്ന് കൊണ്ടുവരാമോ എന്നാണ്. വളരെ തിരക്ക് പിടിച്ച തൻ്റെ ജീവിതത്തിനിടയിൽ ഒരുപാട് പ്രോഗ്രാമുകൾക്കിടയിലാണ് അദ്ദേഹം ഇന്ന് ഈ തീയതി നമുക്ക് വേണ്ടി മാറ്റിവെച്ചത്. അൽഹംദുലില്ലാ, സമൂഹം ഏറ്റവും ശ്രദ്ധയോടുകൂടി കാണേണ്ട ധാർമ്മികതയെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിലൂടെ ചരിത്രത്തിന്റെ വഴികളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന പ്രിയപ്പെട്ട സഹോദരൻ അൻസാർ നന്മണ്ടക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. സർവശക്തനായ പടച്ച റബ്ബ് ഈ ദീനീ പ്രബോധന രംഗത്ത് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാൻ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അദ്ദേഹത്തിന് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഹൃദയമറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ സ്ഥാപക മാനേജ്മെന്റിന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അദ്ദേഹത്തോട് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. അദ്ദേഹം പറഞ്ഞതുപോലെ കുടുംബത്തിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ബാധ്യത ഏറ്റെടുത്ത് ധാർമ്മികമായ വഴിയിലൂടെ നമ്മുടെ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലിബറലിസവും ദൈവനിഷേധവും നിരീശ്വരവാദവും അപകടകരമായ സ്വതന്ത്ര ചിന്തകളുമൊക്കെ നമ്മുടെ യുവതലമുറയെ വല്ലാതെ കൈകാര്യം ചെയ്യുന്ന ഒരു കാലത്ത് ഇത്തരം തിന്മകൾക്കെതിരെ പോരാടാനുള്ള ഒരേ ഒരു മാർഗം അള്ളാഹുവിന്റെ ദീനാണ്, ധാർമ്മികതയാണ് എന്ന് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന അവിടുത്തെ മഹത്തായ ആ ചര്യയും അതുമാത്രമാണ് ജീവിതത്തിൽ വഴിതെറ്റാതെ ജീവിക്കാനുള്ള ഒരേ ഒരു മാർഗമെന്ന പ്രവാചകന്റെ വാക്ക് മനസ്സിൽ നമ്മളെപ്പോഴും ചേർത്ത് വെക്കണം. തറക്തു ഫീക്കും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ. ഖുർആനും സുന്നത്തും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചാണ് പോകുന്നത്, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴി തെറ്റുകയില്ല. പലപ്പോഴും മാതാപിതാക്കൾ സങ്കടത്തോടുകൂടി നമ്മുടെ മക്കളുടെ യുവാക്കളുടെ പുതിയ തലമുറയുടെ ജീവിതത്തിലെ അപജയങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്താണ് മാർഗമെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തന്ന മാർഗം വ്യക്തമായ മാർഗമാണ്, സുവ്യക്തമായ മാർഗമാണ്. അള്ളാഹുവിന്റെ കിതാബ്, അവിടുത്തെ പ്രവാചകന്റെ ജീവിതം, ഇത് എക്കാലത്തും ഈ ലോകത്തിന് വെളിച്ചം നൽകുന്ന മനോഹരമായ സന്ദേശങ്ങളാണ്. നമ്മൾ ഇന്ന് ഈ ലോകത്ത് കാണുന്ന ഒരുപാട് തിന്മകളുണ്ടല്ലോ, ലഹരി മുതൽ മയക്കുമരുന്ന് മുതൽ സ്വർഗാനുരാഗം മുതൽ അപകടകരമായ ദൈവനിഷേധം മുതൽ സ്വാതന്ത്ര്യവാദം മുതൽ ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ തിന്മകളും അത് ഈ ലോകത്ത് ആദ്യമായിട്ടുണ്ടായതല്ല. മനുഷ്യന്റെ ചരിത്രം വായിച്ചു നോക്കുക. ഈ തിന്മകളൊക്കെ ഇപ്പോഴുള്ളതിനേക്കാൾ മാരകമായ രൂപത്തിൽ, ശക്തമായ രൂപത്തിൽ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഏറെ അപകടകരമായ രൂപത്തിൽ ഈ ലോകത്ത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന്റെ ചരിത്രത്തിൽ, മതപരമായ ചരിത്രങ്ങളിൽ, ഭൗതികമായ ചരിത്രങ്ങളിൽ മനുഷ്യലോകത്ത് ഇതുപോലത്തെ ഭീകരമായ തിന്മകൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യരെ സംസ്കരിക്കാനും മനുഷ്യരെ നന്നാക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ആ പ്രവാചകന്മാർ സമൂഹത്തെ നന്നാക്കിയത്, സമൂഹത്തിനെ തിന്മയിൽ നിന്ന് മോചിപ്പിച്ചത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് അവരെ വിളിച്ചിട്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വിളിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏതൊരു തിന്മയുടെ വലിയ അപകടത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമ്മുടെ മുമ്പിലുള്ള മാർഗം അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ഖുർആനാണ്, അവിടുത്തെ പ്രവാചകന്റെ സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ റമളാൻ മാസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായ മാസമാണത്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ സവിശേഷത, വിശുദ്ധ റമളാനിന്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിലൂടെ ജീവിക്കുന്ന, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ധാർമ്മികതയെ ജീവിതത്തിന്റെ വഴിയായി സ്വീകരിച്ച് ആ വഴിയിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും വിശുദ്ധ ഖുർആൻ മനോഹരമായ വഴിയാണ് ഒരുക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിച്ചും അത് മനസ്സിലാക്കിയും ജീവിതത്തിൽ പകർത്തിയും ആ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്ന മനോഹരമായ പാതയിലൂടെ ജീവിക്കാനും ഈ വിശുദ്ധമായ റമളാൻ നമ്മളെ സഹായിക്കും. ഇൻഷാ അല്ലാഹ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ നജാത്തുൽ അനാം സ്ഥാപനങ്ങളുമായുള്ള നമ്മുടെ ബന്ധം ഈ നാടിൻ്റെതാണ്, ഈ പ്രദേശത്തിൻ്റെതാണ്.
വളർത്തിയതാണ് ഈ സ്ഥാപനം. ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ അവരുടെ തുച്ഛമായ വരുമാനം കൊണ്ട് മനോഹരമായി വളർത്തിയെടുത്ത ഒരു സ്ഥാപനം. ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകൻ എന്ന് പറയാവുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് അലി മൗലവി, അദ്ദേഹം എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ ചുങ്കത്തറയിലെ ഒരു പാവം മനുഷ്യൻ സ്വന്തമായ ഒരു കട നടത്തി അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു സാധു മനുഷ്യൻ എല്ലാ ദിവസവും വൈകുന്നേരം തന്റെ കടയടച്ചാൽ ഒരു ഒറ്റ രൂപ നാണയം അദ്ദേഹം മുഹമ്മദ് അലി മൗലവിയെ ഏൽപ്പിക്കുമത്രേ, വരാനിരിക്കുന്ന ഒരാദർശ പാഠത്തിന്റെ മുതലാവാൻ. അങ്ങനെ പല രൂപത്തിലും ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട കല്ലായി കുഞ്ഞാക്ക തന്റെ ആ കറുത്ത ടൊയോട്ട ഇന്നോവ കാറിൽ അദ്ദേഹം ആ ഗേറ്റ് കടക്കുമ്പോഴേ ഈ സ്ഥാപനത്തിന്റെ വരാന്തയിൽ നിന്ന് കുട്ടികൾ സന്തോഷം കൊണ്ട് ചാടിക്കളിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാറിന്റെ സീറ്റിൽ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള മിഠായി ഉണ്ടാവും. ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരുടെ സങ്കടങ്ങൾ ചോദിച്ച് അവരെ തലോടി അവരുടെ നനഞ്ഞ കണ്ണുകളെ തുടച്ചു കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് ഒരു ബാപ്പ മക്കളെ ചേർത്ത് പിടിക്കുന്നത് പോലെ അദ്ദേഹം ഈ മക്കളെ ചേർത്ത് പിടിക്കുമായിരുന്നു. അതുപോലത്തെ ഒരുപാട് മനുഷ്യന്മാരുടെ കഠിനാധ്വാനമാണ് ഈ സ്ഥാപനം. പക്ഷെ ഇനിയും നമ്മുടെ മുമ്പിൽ പുതിയ തലമുറക്ക് വിദ്യാഭ്യാസം നൽകേണ്ടി വരുമ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങളും നിലവിലുള്ള അവസ്ഥകളും നമുക്ക് പോരാതെ വരികയാണ്. ഈ കെട്ടിടത്തിന്റെ കോളേജിന് വേണ്ടി നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ മുകളിലാണ് നമ്മുടെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും വർത്തമാനകാലത്ത് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഒരുപാട് പ്രത്യേകതകളുള്ള പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെ കേവലം ചുവരുകൾക്കിടയിൽ നമുക്കവരെ തളച്ചിടാനാവുകയില്ല. അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടതുണ്ട്, അവർക്ക് പുതിയ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിലൂടെ അവരെ ധാർമ്മികതയിൽ വളർത്താൻ തീർച്ചയായും കൂടുതൽ സൗകര്യങ്ങളുള്ള ആധുനികമായ ഹോസ്റ്റൽ കെട്ടിടങ്ങൾ അവർക്ക് വേണമെന്നത് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ്. നമ്മുടെ ആൺകുട്ടികൾ താമസിക്കുന്നത് ഈ പള്ളിയുടെ മുകളിലാണ്. പള്ളിയുടെ മുകളിൽ കുട്ടികളുടെ താമസം നിയമപരമായി അത് പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിലും മറ്റൊരു സൗകര്യം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവരെ അവിടെ തന്നെ പാർപ്പിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഹോസ്റ്റലുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. പെൺകുട്ടികൾക്ക് വേണം, ആൺകുട്ടികൾക്ക് വേണം. പക്ഷേ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം ഒരു കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുവാദമില്ലാത്ത ഒരു വയലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ നിയമപരമായി നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ സൗകര്യമുള്ള ഒരിടത്തേക്ക്, കൂടുതൽ വിശാലമായ ഒരിടത്തേക്ക്, കൂടുതൽ നമുക്ക് കുട്ടികളെ വളർത്താനും അവരുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യങ്ങളെ വളർത്താനും സാധിക്കുന്ന ഒരിടത്തേക്ക് ഈ ക്യാമ്പസ് മാറേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പരിസര പ്രദേശങ്ങളിലെ കൂടുതൽ സൗകര്യമുള്ള ഒരു 10 ഏക്കറോളം വിശാലമായ ഇടങ്ങളിലേക്ക് ഈ ക്യാമ്പസ് മാറ്റി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എന്നത് അതിന്റെ പാരമ്പര്യമായ രീതിയിൽ നിന്ന് മാറി AI ടെക്നോളജിയിൽ ഏറ്റവും ആധുനികമായ തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ് റൂമുകൾ മാറേണ്ടതുണ്ട്, നമ്മുടെ അധ്യാപനം മാറേണ്ടതുണ്ട്, നമ്മുടെ കോഴ്സുകൾ മാറേണ്ടതുണ്ട്, നമ്മുടെ പഠന നിലവാരത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് 50 വർഷം, കഴിഞ്ഞ 50 വർഷം പോരാട്ടത്തിന്റെ വർഷങ്ങളായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ, ഒരുപാട് പ്രയാസങ്ങളിലൂടെ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ, കഷ്ടപ്പാടിന്റെ കടലു താണ്ടിയാണ് ഈ സ്ഥാപനം ഇവിടെ എത്തിയത്. ഞാൻ ഈ സ്ഥാപനത്തോട് ചേരുന്നത് 1996-ലാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മൗലവി, അതേപോലെ മരുതങ്ങൽ ഹനീഫ് കാക്ക അടക്കമുള്ള ചില ആളുകൾ ഡിഗ്രി കഴിഞ്ഞ് സുല്ലമുസ്സലാം അറബിക് കോളേജിൽ നിന്ന് അഫ്ദുൽ ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് അന്ന് മുതൽ 30 കൊല്ലക്കാലമുള്ള ഈ സ്ഥാപനത്തിന്റെ കൂടെയുള്ള സഞ്ചാരം തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷകരമായ അവസ്ഥയായിരുന്നു. 2012 മുതൽ ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോഴും അതെങ്ങനെയായിരിക്കുമെന്നറിയാതെ വിഷമിച്ച സമയത്തും ധൈര്യം നൽകിയ ഒരു സമൂഹമുണ്ട്, കൂട്ടുകാരുണ്ട്, സഹപ്രവർത്തകരുണ്ട്. വിളിച്ചു വരുത്തിയിട്ട് എന്താണ് കോളേജിന് വേണ്ടത് എന്ന് ചോദിച്ച് ആ വേണ്ടത് തരാൻ മടിയില്ലാത്ത ആളുകൾ ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ നിലമ്പൂരിലെ പള്ളിയിൽ ഒരു റമദാൻ മാസത്തിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്ക് പർദ്ദ വാങ്ങണം, അതിന് 75,000 ഉറുപ്പിക വേണം, നിങ്ങളൊക്കെ തരണം. അപ്പൊ ബേക്കിൽ നിന്നൊരാൾ പറഞ്ഞു, ഉസ്താദെ ഒരു ബക്കറ്റ് ഇങ്ങോട്ട് പറഞ്ഞയച്ചോളൂ, ഞങ്ങൾ പണം സ്വരൂപിക്കട്ടെ. ആ ബക്കറ്റ് ബേക്കിലേക്ക് കൈമാറും മുമ്പ് എനിക്ക് പരിചയമില്ലാത്ത ഒരു സുഹൃത്ത് എൻ്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, ആ 75,000 ഞാൻ തരാം, നിങ്ങൾ ആ ബക്കറ്റ് ആ കുട്ടികൾക്ക് വേണ്ടി ആ ബക്കറ്റ് ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കരുത്. ഇതുപോലെ സമൂഹത്തെ സ്നേഹിക്കുന്ന ഈ സ്ഥാപനത്തിലെ
ഒരു കുട്ടിയെ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും ആ കുട്ടിയുടെ ചെലവുകൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട വസ്ത്രവും അവർക്ക് വേണ്ട പഠനോപകരണങ്ങളും അവർക്ക് വേണ്ടതെന്നും ആരാണെന്നറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് നിരന്തരമായി നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ 50-ാം വാർഷികത്തിന്റെ പ്രഖ്യാപനം നടത്താൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട MLA അദ്ദേഹം ഇന്ന് വലിയ തിരക്കിലായിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ഒരുപാട് യാത്രകളുമായി ബന്ധപ്പെട്ട ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു ഇന്ന്. അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു 10 മണിക്ക് മുമ്പ് നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്താൻ ശ്രമിക്കാമെന്നാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ബഹുമാനപ്പെട്ട MP വഹാബ് സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന് ചില പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതായത്. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം ഈ സദസ്സിലുണ്ടായിരുന്നു, പക്ഷേ നേരം ഇത്തിരി വൈകിയത് കൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോയത്. നമ്മൾ ക്ഷണിച്ച നമ്മുടെ ഒട്ടുമിക്ക ഈ പ്രദേശത്തെ പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാരൊക്കെയും ഈ സദസ്സിൽ എത്തിയിരുന്നു. പക്ഷേ ഇത്തിരി സമയം വൈകിയത് കൊണ്ട് തന്നെ കേൾവിക്കാരായി ശ്രോതാക്കളായി അവർ നമ്മുടെ കൂടെ ഈ സദസ്സിലുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം നിർവഹിക്കാൻ നമ്മൾ ക്ഷണിച്ചത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ സമാദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിയായിരുന്നു. നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് അബ്ദുറഹ്മാൻ സലഫി നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം സുല്ലമി നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. പക്ഷേ കേരള നദുവത്തുൽ മുജാഹിദീന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പരിപാടി സാന്ദർഭികമായി പെട്ടെന്ന് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഇന്ന് മഗ്രിബിന് ശേഷം നടത്തേണ്ടി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന നേതാക്കളൊക്കെ സങ്കടത്തോടുകൂടി നമ്മളോട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത സങ്കടം അറിയിക്കുകയും ഇൻഷാ അല്ലാഹ് ഈ 50-ാം വാർഷിക മഹാചരിത്രത്തിന്റെ ഭാഗമാകാൻ ഇനിയുള്ള സമ്മേളനങ്ങളിലേക്ക് അവർ എത്തിക്കോളാമെന്ന് നമുക്ക് വാക്ക് തരികയും ചെയ്തിട്ടുണ്ട്. ഈ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് അതിന് രൂപം നൽകിയിരിക്കുന്നത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഈ നജാത്തിലെ അധ്യാപകരും അതിലെ കുട്ടികളും ഒരുക്കുന്ന കുടുംബ സൗഹൃദ സദസ്സുകൾ നമ്മുടെ ഈ 50-ാം വാർഷികത്തിന്റെ ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശത്തും മറുഭാഗത്തുമൊക്കെ ആളുകൾക്കേറെ ഉപകാരപ്പെടുന്ന ഒട്ടനേകം പദ്ധതികൾ ഈ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി നമ്മൾ രൂപം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടാവണം, പ്രാർത്ഥനകൾ ഉണ്ടാവണം, സഹകരണങ്ങൾ ഉണ്ടാവണം. കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും ഈ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ പറയണം. ഈ സ്ഥാപനത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ഇനിയും പഠിക്കാൻ അവസരമുണ്ടാവണം. വിശാലമായ ക്യാമ്പസുകളും വിശാലമായ ഹോസ്റ്റൽ സൗകര്യങ്ങളും അവർക്കുണ്ടാവേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾക്ക് +1 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ഹയർ സെക്കൻഡറിയിൽ +1 ഹ്യൂമാനിറ്റീസ് എന്ന ഒരു കോഴ്സാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത്. വെറും ഹ്യൂമാനിറ്റീസ് അല്ല, സാധാരണ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ആ കോഴ്സിന് പകരം അതിൻ്റെ കൂടെ ഖുർആനും ഹദീസും കർമ്മശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് കേരളത്തിലെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അവകാശപ്പെടാനാവാത്ത ധാർമ്മികതയുടെ കൃത്യമായ ചട്ടക്കൂടുള്ള ഒരു ഹയർ സെക്കൻഡറി കോഴ്സാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യയന വർഷം മുതൽ സയൻസ് മുഖ്യ വിഷയമായി പഠിക്കുന്ന, നമ്മളൊക്കെ സാധാരണ സയൻസ് ഗ്രൂപ്പ് എന്ന് പറയാറുള്ള ആ സയൻസും അതേപോലെ തന്നെ വർത്തമാനകാലത്ത് കുട്ടികൾക്ക് ഏറെ ജോലി സാധ്യതകളുള്ള കൊമേഴ്സിനെ മുഖ്യ വിഷയമായി പഠിപ്പിക്കുന്ന ആ 4th ഗ്രൂപ്പും സയൻസും കൊമേഴ്സും ഉൾക്കൊള്ളുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി സംവിധാനം വിപുലപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത അധ്യയന വർഷത്തിൽ ഇൻഷാ അല്ലാഹ് ഈ 10ാം ക്ലാസിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ എൻ്റെ കുട്ടിക്ക് ധാർമ്മികതയുടെ അടിസ്ഥാനമുള്ള പ്രണയത്തിന്റെ അല്ലെങ്കിൽ വൃത്തികെട്ട ലിബറലിസത്തിന്റെ ലഹരിയുടെ ഒന്നും വല്ലാത്ത വിഷം ബാധിക്കാത്ത ഒരു ധാർമ്മികതയുടെ സമാധാനമുള്ള മതബോധമുള്ള ഒരു ക്യാമ്പസിൽ എൻ്റെ കുട്ടി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു രക്ഷിതാവിനും അവർക്ക് ഒന്നാമത്തെ ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സംവിധാനങ്ങളുള്ള, അവരുടെ ഭാവിയിലേക്ക് നല്ല ലക്ഷ്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്ന മത്സര പരീക്ഷകൾക്കും ജീവിതത്തിന്റെ മത്സരങ്ങൾക്കും അവസാനം പടച്ചതമ്പുരാന്റെ മുമ്പിലെ വിചാരണയിലും നമ്മുടെ മക്കൾ തോറ്റുപോകാതിരിക്കാൻ ആവശ്യമായ ധാർമ്മികതയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ കോഴ്സുകൾ അടുത്ത അധ്യയന വർഷത്തിൽ നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓർമ്മയിലുണ്ടാവണം. നിങ്ങളുടെ മക്കളും അയൽപക്കങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരോട് നിങ്ങൾ ഈ വർത്തമാനങ്ങൾ പറയണം എന്ന് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നാളെ
നമ്മുടെ ഈ വാർഷിക ഈ പ്രഖ്യാപനം 2 ദിവസത്തേക്കാണ് നമ്മൾ നിശ്ചയിച്ചത്. ഒന്ന് ഇന്നാണ്, ഒന്ന് നാളെയാണ്. മുമ്പ് നമ്മൾ തീരുമാനിച്ചത് ശനിയും ഞായറുമായിരുന്നു. പക്ഷേ ശനിയാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ അതിഥി അൻസാറിന് പങ്കെടുക്കാൻ ചില പ്രയാസങ്ങളുള്ളത് കൊണ്ട് നമ്മളത് ഇന്നത്തേക്ക് മാറ്റി. അങ്ങനെയാണ് വെള്ളിയും ശനിയുമായത്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ അൽമനാർ പ്രീ സ്കൂളിൽ, അൽമനാർ ഒരു അത്ഭുതമാണ് കേട്ടോ. വർത്തമാന കാലഘട്ടത്തിൽ ഇപ്പോഴും 10, 40, 50 വയസ്സായിട്ട് വിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് മറിച്ചു കൊടുത്താൽ, ഒരായത്ത് ഓതാൻ പറഞ്ഞാൽ തപ്പിത്തടഞ്ഞു പോലും ഓതാൻ അറിയാത്ത രക്ഷിതാക്കൾ. കൊല്ലങ്ങളോളം മദ്രസയിൽ പോയവരാണ്, പലരും ദർസിൽ പോയവരാണ്. എന്നിട്ട് പോലും ഒരായത്ത് ചേർത്തു വായിക്കാൻ കഴിയാത്ത വിധം പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ ജീവിക്കുന്ന കാലത്താണ് 3 വയസ്സുള്ള കുട്ടി കാണാപ്പാഠം പഠിച്ചിട്ടല്ല, വിശുദ്ധ ഖുർആനിൽ വിരലുകൾ വെച്ച് അവൻ മനോഹരമായിട്ട് അക്ഷരങ്ങൾ വായിക്കുന്നു, മഖ്റജിൽ വായിക്കുന്നു, തജ്വീദിന്റെ നിയമങ്ങളോടെ അവനത് പാരായണം ചെയ്യുന്നു. എത്ര മനോഹരമാണല്ലേ. മാത്രമല്ല പ്രാർത്ഥനകൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ അവൻ പ്രാർത്ഥന ചെല്ലുകയാണ്. എൻ്റെ ഒരു രക്ഷിതാവ് പറഞ്ഞത്, ഉസ്താദേ വല്ലാത്തൊരു കുട്ടിയാണ് എൻ്റെ കുട്ടി, നിങ്ങൾ ഉണ്ടാക്കിയ മാറ്റം ഭയങ്കരമാണ്. എന്താ പ്രശ്നം അറിയോ? ചായ കുടിച്ചപ്പോ ഇടത്തെ കൈകൊണ്ട് ചായയുടെ ഗ്ലാസ് എടുത്തപ്പോ ഈ കുട്ടി ബാപ്പയുടെ കയ്യിൽ പിടിച്ച് ആ ഗ്ലാസ് താഴെ വെപ്പിച്ച് വലതു കൈകൊണ്ട് ആ ഗ്ലാസ് എടുപ്പിച്ചിട്ട് ആ കുട്ടി ബാപ്പയോട് പറഞ്ഞത്രേ, ബാപ്പ ഇടത് കൈകൊണ്ട് കുടിക്കുന്നവൻ ഇബ്ലീസാണ് എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. വാഹനത്തിൽ കയറുമ്പോ പ്രാർത്ഥന കുട്ടിയാണ് ചൊല്ലിക്കൊടുക്കുന്നത്, മാതാപിതാക്കൾ ഏറ്റു ചൊല്ലുന്നത്. ഈ കുട്ടി അത് ചൊല്ലിക്കൊടുക്കുമ്പോഴാണ് ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും, ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും യാത്രയിലും അവൻ നിരന്തരമായ പ്രാർത്ഥനയിലാണ്. ഈ പഠിപ്പിക്കുന്ന ഈ ധാർമ്മികത നെഞ്ചേറ്റി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾക്കുണ്ടായാൽ, പലപ്പോഴും നമ്മുടെ കുട്ടികൾ 3-ാം വർഷം തീരുമ്പോൾ സാധാരണ സ്കൂളിലേക്ക് താമസം മാറ്റുമ്പോൾ പഠിച്ച ഖുർആനും പഠിച്ച പ്രാർത്ഥനകളും അവർ മറന്നു പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആലോചിക്കുന്നുണ്ട്, അടുത്ത വർഷം 1-ാം ക്ലാസ് നമ്മുടെ അൽമനാറിൽ ഒരു 1-ാം ക്ലാസ് തുടങ്ങി ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സംസ്കാരത്തിൽ ഏറ്റവും നല്ല ഒരു സിലബസിൽ ഒരു 1-ാം സ്റ്റാൻഡേർഡ് നമ്മുടെ ഈ അൽമനാറിന്റെ ഭാഗമായി ആരംഭിക്കണമെന്ന് നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ 1-ാം ക്ലാസ് മുതൽ ധാർമ്മിക ബോധത്തിലൂടെ മക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും അതൊരു നല്ല സംവിധാനമായിരിക്കും, മറക്കരുത്. അതുകൊണ്ട് നാളത്തെ ഈ അൽമനാറിലെ കുട്ടികളുടെ വൈജ്ഞാനിക കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന നമ്മുടെ ഈ നജാത്തിന്റെ കീഴിലുള്ള മദ്രസയിലെ കുട്ടികൾ പരിസരങ്ങളിലെ പല മത്സരങ്ങളിലും കഴിവ് തെളിയിച്ച കുട്ടികളാണ്. അതേപോലെ നജാത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഇതര സ്ഥാപനങ്ങളിലെ കുട്ടികളെക്കാൾ ഒരുപാട് മികവുകൾ അവകാശപ്പെടാനുള്ള കുട്ടികളാണ്. അവരുടെ കലാവൈജ്ഞാനിക അറിവുകളുടെ കഴിവുകളുടെ പ്രകടനമാണ് ഇൻഷാ അല്ലാഹ് നാളെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ആരംഭിക്കുന്ന നമ്മുടെ 2-ാം ദിവസത്തെ മനോഹരമായ ഈ പരിപാടിയിലേക്കും നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ വലിയ ലക്ഷ്യത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത, നമ്മളെ ഒരുപാട് സ്നേഹിച്ച ഈ സ്ഥാപനത്തിലേക്ക് എപ്പോൾ നമ്മൾ വിളിച്ചാലും സന്തോഷത്തോടു കൂടി ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA ഇപ്പൊ സമയത്തേരങ്ങൾ 10:10 രാവിലെ എപ്പോൾ തുടങ്ങിയ ഓട്ടമാണെന്നറിയുമോ? ആ ഓട്ടത്തിന്റെ ഒടുവിലും ചുങ്കത്തറ നജാത്തിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, പോയേ പറ്റൂ എന്ന ദൃഢനിശ്ചയത്തോടെ നമ്മിലേക്ക് വന്നു ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനനായകൻ ബഹുമാനപ്പെട്ട അരിയാടൻ ഷൗക്കത്ത് അവറുകൾക്ക് ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.